നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയായിരിക്കും അല്ലേ, ഭഗവാൻ ഈ പഴത്തൊലി കഴിച്ച കഥ അല്ലേ. ദൂതിന് പോയി ഭഗവാൻ, ഇത് മഹാഭാരതത്തിലൊന്നുമില്ലാണ്. ഭഗവാൻ ദൂതിന് പോയ സമയത്ത് ദുര്യോധനൻ പറഞ്ഞത്ര, ഇന്ന് വേണമെങ്കിൽ അങ്ങേക്ക് ഊണ് എന്റെ കൂടെ ആവാന്നാ പറഞ്ഞത്. ഗുരുവായൂരപ്പനോട് അങ്ങേക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങേക്ക് എന്റെ കൂടെ ഊണ് കഴിക്കാന്ന്. ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ അങ്ങനെ പറഞ്ഞ എന്റെ അവസ്ഥകൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് കഴിച്ചിട്ട് പൊക്കോട്ടോ. ഭഗവാൻ അവിടെ തങ്ങുന്നില്ല, അദ്ദേഹം പോകുന്നത് വിതുരന്റെ വീട്ടിലേക്കാണ്. വിതുരന്റെ വീട്ടിൽ പോയി താമസിക്കുന്ന സമയത്ത് വിതുരൻ അവിടെ ഇല്ല. അതൊരു പ്രക്ഷിപ്തമായിട്ടുള്ള കഥയാണ്. വിതുരന്റെ ഭാര്യ കോളിംഗ് ബെല്ല് കേട്ട് നോക്കുന്ന സമയത്ത് മയിൽപ്പീലി മഞ്ഞപ്പട്ട് കണ്ടപ്പോൾ മനസ്സിലായി ഗുരുവായൂരപ്പനാണ്. വാതിൽ തുറന്നു കൊടുത്തു. ഭക്തിയോടുകൂടി ഇങ്ങനെ കണ്ണുനീര് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ആട്ടുതട്ടിൽ കൊണ്ടേയിരുത്തി ഭഗവാന്റെ കാലുകൾ കഴുകി കൊടുക്കുന്നു. ഭഗവാനെ സ്മരിക്കുന്നു, ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുന്നു. ഭഗവാൻ ഈ ഭക്തി കണ്ടിട്ട് അങ്ങോട്ട് സഹിക്കുന്നില്ല. ഭഗവാനും കരയാൻ തുടങ്ങി. ഭഗവാൻ അങ്ങനെ കുഴപ്പമുണ്ട്, അപ്പുറത്തേക്ക് നാൾ കരഞ്ഞ അപ്പുറത്തും കരയാൻ തുടങ്ങി. അയ്യോ, ഞാൻ ഭഗവാൻ ഒന്നും കഴിക്കാൻ തന്നില്ലല്ലോ, എന്റെ ഭഗവാൻ വിശന്നിട്ടല്ലേ വരണമെന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി കുറെ പഴമൊക്കെ എടുത്തിട്ടുണ്ടെന്ന്. എന്നിട്ട് പഴത്തിന്റെ തൊലിയൊക്കെ കഴിഞ്ഞ് ഭഗവാൻ ഇങ്ങനെ കുറഞ്ഞ് കൊടുക്കുന്നു, താഴത്തോട്ട് ഇടുന്നു, ഭഗവാൻ കഴിക്കുന്നു. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്ര വിതുരൻ ഇവിടെ പുറത്ത് പോയിട്ട് വന്ന സമയത്ത് ഇവിടെ ഗംഭീരമായിട്ടുള്ള കഴിപ്പിക്കല. നോക്കുമ്പോൾ ഇവര് ചെയ്യുന്നത് ഈ തോല് പൊളിച്ചിട്ട് പഴം താഴത്തിട്ടിട്ട് പഴത്തോലി എടുത്ത് ഗുരുവായൂരിനോട് കഴിക്കി. എങ്ങനെയാണോ ശബരി കടിച്ച പഴം കൊടുത്തപ്പോൾ ശ്രീരാമസ്വാമി കഴിച്ചത്, അതുപോലെ ഭഗവാൻ കഴിച്ചു എന്നാണ്. ഞാൻ പറഞ്ഞു, ഭഗവാൻ വലിപ്പച്ചെറുപ്പില്ല. നോക്കൂ,